കൊലപാതകം തടഞ്ഞുവെക്കൽ. പ്രതിയുടെ പങ്ക് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു. റീനയെ തലക്കടിച്ച് മാരകമായി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദമ്പതികളുടെ 2 മക്കളുടെ മൊഴി നിർണായകമായി. സംഭവ സമയം 11ഉം 13ഉം വയസ്സായിരുന്നു കുട്ടികൾക്ക്. കൊല്ലപ്പെട്ട റീനയുടെ നഖത്തിനിടയിൽ കാണപ്പെട്ട കോശങ്ങൾ ശാസ്ത്രീയ പരിശോധനയിൽ മനോജിന്റേതാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിരുന്നു. പ്രധാനമായും 3 ഒക്കറൻസ് വിറ്റ്നസ് ഉണ്ടായിരുന്നു. മരണപ്പെട്ട റീനയുടെ മാതാവും അതുപോലെ തന്നെ ഈ ഒക്കറൻസ് കണ്ട പ്രതിയുടെയും റീനയുടെ 2 കുഞ്ഞുങ്ങളും. അതിൽ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റീനയുടെ അമ്മ മരിച്ചുപോയി. ഒക്കറൻസ് വിറ്റ്നസ്സായ ബാക്കി 2 കുഞ്ഞുങ്ങളും പ്രോസിക്യൂഷൻ അനുകൂലമായി കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കൃത്യസ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത അല്ലെങ്കിൽ പ്രതിയിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്ത പ്രതിയുടെ വസ്ത്രങ്ങളിലുള്ള രക്തം, മരണപ്പെട്ട റീനയുടെ നെയിൽ ക്ലിപ്പിംഗ്സിൽ നിന്ന് കിട്ടിയ പ്രതിയുടെ കോശങ്ങൾ ഉൾപ്പെടെയുള്ള സാഹചര്യ തെളിവുകളും ഒക്കറൻസ് വിറ്റ്നസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കുറ്റക്കാരൻ. ഭാര്യ റീനയിൽ പരപുരുഷ ബന്ധം ആരോപിച്ച് മനോജ് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒടുവിൽ അതിക്രൂരമായ കൊലപാതകം. പാൽ സൊസൈറ്റിയിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു റീന. ഡ്രൈവറായ പ്രതി മനോജ് താമസ സ്ഥലത്ത് വെച്ചാണ് റീനയെ ആക്രമിച്ചത്. 2014 ഡിസംബർ 28 പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഇഷ്ടിക കൊണ്ട് തലയ്ക്കടിച്ചു. തല ഓട്ടോറിക്ഷയിൽ ശക്തിയായി ഇടിപ്പിച്ചു. ശേഷം ജാക്കി ലിവർ കൊണ്ടടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ റീനയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ 4:50 മരണമടഞ്ഞു. അതേസമയം ശിക്ഷാവിധിക്ക് മുന്നോടിയായി വാദം കേട്ടപ്പോൾ പ്രായമായ രക്ഷിതാക്കളുടെ സംരക്ഷണത്തിന് താൻ മാത്രമേ ഉള്ളൂ എന്ന് പ്രതി മനോജ് കോടതിയിൽ പറഞ്ഞു. സഹോദരങ്ങൾ 2 പേർ മരണമടഞ്ഞു. ചുമട്ടുജോലിക്ക് പോയിരുന്ന കാലത്ത് തന്റെ മേൽ 2 തവണ തടി വീണു. ഇത് കാരണമുള്ള ശാരീരിക പ്രയാസങ്ങൾ കൂടി കണക്കിലെടുക്കണമെന്നും പ്രതി കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ കുറ്റകൃത്യത്തിന്റെ തീവ്രത കോടതിക്ക് ബോധ്യമായെന്നും ശിക്ഷാവിധിയിൽ പരിപൂർണ്ണ തൃപ്തിയുണ്ടെന്നും പ്രോസിക്യൂഷൻ കൂട്ടിച്ചേർത്തു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.